ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഇനി കേരള PSC നടത്തുന്ന ഏതൊരു എക്സാമിനും കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ ഏതാണെങ്കിലും അതിനെല്ലാം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേപോലത്തുള്ള വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ താഴെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എന്താണ് ആ ടിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്നാണോ നിങ്ങൾക്ക് ജോലിക്കുള്ള അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിൽ വരുന്നത് അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ ടിപ്പ് മറ്റൊന്നുമല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഞാൻ തരാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാരണം ഓരോരുത്തരും അവരവർ പഠിക്കുന്ന കാര്യങ്ങൾ, ചില ഉദ്യോഗാർത്ഥികളൊക്കെ ചെയ്യുന്നത് ഓരോ ദിവസവും പഠിക്കുന്ന ഡേ 1 ഡേ 2 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്യും, സ്റ്റാറ്റസ് വരെ ഇടുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തു പോകുന്ന ആളുകൾ ഇവരൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ആ ഒരു സംരംഭം എന്നേക്കുമായിട്ട് നിർത്തുന്നത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ചില ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട്, അതായത് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, നിലവിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിയാണ് എന്ത് PSC കോച്ചിങ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഷർ ആവാനുള്ള ഏറ്റവും വലിയ കാരണവും എന്ത് തന്നെയാണ്, ഈ പറയുന്ന സ്റ്റാറ്റസുകളും മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ പഠനത്തെക്കുറിച്ചും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്. കാരണം ഓരോ എക്സാമുകൾ കഴിയുമ്പോഴും പിന്നെ നിങ്ങളുടെ അടുത്ത് അവരെല്ലാവരും വന്ന് ചോദിക്കും, എന്തായി, ലിസ്റ്റിൽ വന്നോ, അതേപോലെ തന്നെ എന്തായി, നിങ്ങൾക്ക് ജോലി സെറ്റായോ, അല്ലെങ്കിൽ എന്താണ്, കഴിഞ്ഞ എക്സാമിന് എത്ര മാർക്ക് കിട്ടി, ഇങ്ങനെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്, കുഴി തോണ്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചില ഉദ്യോഗാർത്ഥികളൊക്കെ രാവിലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണാറുണ്ട്, ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്, തുടക്കക്കാരാണ് ഇത് എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ സ്റ്റാറ്റസ് ഇടുന്നതും നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എത്ര ദിവസം പിന്നെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്? കൂടി വന്ന 1-2 ദിവസം, അതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നുമില്ല ആ മിഷൻ അത് എന്നേക്കുമായിട്ട് ക്യാൻസൽ ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പനി പിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു സംരംഭം എന്നേക്കുമായിട്ട് നിർത്തും. ഓക്കെ, ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളൊക്കെ ആണെന്ന് തോന്നിപ്പോവും. പക്ഷെ അന്ധവിശ്വാസം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണോ ഓരോ ദിവസവും നമ്മുടെ ഈ പറയുന്ന LDCക്കോ അല്ലെങ്കിൽ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പുതിയ ബാച്ച് ഇപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടി നോക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, അവരുടെയൊക്കെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലി മാറ്റേഴ്സ്, അതേപോലെ തന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ, അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരു കാരണവശാലും നമ്മൾ പഠിക്കുന്ന, അതായത് നമ്മൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒരിക്കലും ഡിസ്കസ് ചെയ്യാതിരിക്കുക. അതായിരിക്കും നിങ്ങൾക്കുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്ന് നിങ്ങളിങ്ങനെ ചെയ്യുന്നോ അന്ന് തന്നെ, അല്ലെങ്കിൽ അതോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് വൈൻഡപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. കാരണം ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പഠിച്ച് അതിൻ്റെ റിസൾട്ട് വന്ന് അതിന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും. ചില ആളുകളൊക്കെ ഈ പറയുന്ന എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ പോലും അറിയണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ജോബിന് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എന്നൊക്കെ. പക്ഷേ ചിലപ്പോൾ അതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ തന്നെ കേരള PSC എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷെ അത് ലിസ്റ്റിൽ വന്ന് അതിൻ്റെ നിലവിലെ ലിസ്റ്റും വന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടി കഴിഞ്ഞ ശേഷം ജോലി കിട്ടി എന്നുള്ള വാർത്തയുമായിട്ട് നമ്മളെടുത്ത് വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് കൊട്ടി ആഘോഷിക്കാതെ നമ്മളത് സീക്രട്ടായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. എന്നാണോ നിങ്ങൾക്ക് അഡ്വൈസ് വന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ള 100% ഗ്യാരണ്ടി വരുന്നത്, അന്ന് മാത്രം നിങ്ങളുടെ പഠനത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പഠിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ചോദ്യങ്ങളുടെ മുന്നിൽ നിങ്ങൾ അവസാനം പകച്ചു നിൽക്കും. അപ്പോൾ ഒരു ലിസ്റ്റിൽ വന്നാൽ പോലും നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ ലിസ്റ്റിൽ വന്നു, അതേപോലെ തന്നെ എനിക്കിപ്പോൾ സെറ്റാവും, അങ്ങനെ ഒന്നും പറയണ്ട. കാരണം ജോലി എപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുക, അതായത് അഡ്വൈസ് വന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്നോ അന്നാണ് നമുക്ക് 100% കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഈ ജോലിക്ക് കയറി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക,
അതുവരെയും എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട, ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുക. എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് ഇപ്പോൾ നിലവിലൊരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമാണ്. ചില ആളുകളുണ്ട് വലിയ റാങ്ക് ഫയലും കെട്ടിപ്പിടിച്ചുകൊണ്ട് ബാഗൊക്കെ പിടിച്ചുകൊണ്ട് പറയും, എന്ത് പോണ വഴിക്കൊക്കെ ഞാനിങ്ങനെ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു, ഇന്ന സ്ഥലത്ത് ഞാൻ കോച്ചിങ്ങിന് പോവുകയാണ് എന്നൊക്കെ. അത് അവരറിയുന്നില്ല എന്താണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന്. ആ മാസം, അതിൻ്റെ പിറ്റത്തെ മാസം എന്ത് ചെയ്യും, ലിസ്റ്റ് വരും. അവരെല്ലാവരും ആ പോയിരുന്ന വഴികെ കണ്ട് പറഞ്ഞ ആളുകളൊക്കെ ചോദിക്കും, എന്ത് ലിസ്റ്റിൽ വന്നോ, എന്നാണ് ജോലി കിട്ടുന്നതെന്ന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, തൽക്കാലം ഇത് കോൺഫിഡൻഷ്യലായി തന്നെ വയ്ക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമ്പോഴാണ്. അന്ന് മാത്രം എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര രീതിയിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. തലവേദന, അതേപോലെ തന്നെ ചിലപ്പോൾ പനി പിടിക്കും, അല്ലെങ്കിൽ വണ്ടി എന്ന് പറഞ്ഞാലും, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമൊക്കെ ആയിട്ട് തോന്നിപ്പോകും. പക്ഷേ എൻ്റെ ലൈഫിലും ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിത് എന്നേക്കുമായിട്ട്, കാരണം നമുക്കറിയാൻ പാടില്ല, തുടക്കക്കാരായിട്ടുള്ള ഒരാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ എല്ലാം നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരുടെ അടുത്തും പറയും. അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, 8ന്റെ പണി കിട്ടും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പഠിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിതൊന്നും എന്ത് ചെയ്യുക, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതേപോലെ നിങ്ങൾക്കും ഇതേപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.